ആദ്യം ഡോക്ടർ ജിൻഡോ ജോൺ, പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ അസംഗഡിൽ നടത്തിയ റാലിയിൽ പറയുന്നു, പൗരത്വ നിയമ ഭേദഗതി ഞാൻ ഉള്ളിടത്തോളം കാലം നടപ്പാക്കിയിരിക്കും. അതിൽ ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. നോക്കൂ, രാജ്യത്തോട് പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുവെന്നാണ് ബംഗാളിലെ മധുവ കമ്മ്യൂണിറ്റിയോട് അവിടുത്തെ പ്രധാനപ്പെട്ട MP ആയിരുന്ന ഠാക്കൂർ പറയുന്നത്. എന്നുവെച്ചാൽ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ആരെതിർത്താലും മുന്നോട്ട് പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തിലാണ്. ജിൻഡോ? അല്ല അരുൺ, ഇതിൽ പ്രധാനമന്ത്രി ഉള്ളിടത്തോളം കാലം, അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഉള്ളിടത്തോളം കാലം അത് നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അത് ഉണ്ടാകുമോ എന്നുള്ളത് ജൂൺ 4-ന് ഇന്ത്യയിലെ പൊതുജനങ്ങൾ വിധി എഴുതാൻ പോകുന്ന കാര്യമാണ്. രണ്ട്, അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ 142 കോടി പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനവും നടപ്പാക്കിയതിൻ്റെ പേരിലല്ല പ്രധാനമന്ത്രി ഇന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിച്ചതുകൊണ്ടോ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് നിയന്ത്രിച്ചതുകൊണ്ടോ, സാധാരണക്കാർക്ക് തൊഴിൽ നൽകിയതുകൊണ്ടോ, സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് സംജാതമാക്കിയതിൻ്റെ പേരിലോ അല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം വിദ്വേഷം വിളമ്പുന്നു, വെറുപ്പ് വിളമ്പുന്നു, അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത ശൈലിയിലുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള എല്ലാ അജണ്ടകളും വിളമ്പുന്നു. അതിൻ്റെ ഭാഗമാണ് CAA വീണ്ടും എടുത്തു പ്രയോഗിക്കുന്നത്. CAAയുടെ ചട്ടങ്ങൾ 4 വർഷത്തിന് ശേഷം ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ BJP ആഗ്രഹിച്ച പോലെയുള്ള ഒരു രീതിയിൽ ഇന്ത്യയിലെ ആകമാനമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നോ ആ വാലിൽ തൂങ്ങാൻ ആരും തയ്യാറാകാത്തതുകൊണ്ട്, BJPയുടെ ആ സ്ട്രാറ്റജിക്കൽ അജണ്ടയോടൊപ്പം തൂങ്ങാതിരുന്നത് കൊണ്ട് BJP ആഗ്രഹിച്ച രീതിയിൽ അത് വന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് പ്രയോഗിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിനപ്പുറത്ത് ഇതിനെ കാണേണ്ടതില്ല. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്, നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ആരെയാണ് വെല്ലുവിളിക്കുന്നതെന്ന്. നരേന്ദ്രമോദിയും BJPയും അമിത്ഷായും വെല്ലുവിളിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൗരത്വം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണകർത്താക്കൾ ഈ രാജ്യത്തിൻ്റെ മഹനീയമായിട്ടുള്ള ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യയിലെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം. ക്രിട്ടിക്കലായി ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പൗരത്വ നിയമ ഭേദഗതി എതിർത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു സുവർണാവസരമായിരുന്നു കോൺഗ്രസിൻ്റെത്. പക്ഷേ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ഭയന്നു. അപ്പോൾ നിങ്ങളും വോട്ട് ബാങ്കിനെ ഭയക്കുന്നു, ജിൻഡോ? അല്ല, അതിനങ്ങനെയല്ല കാണേണ്ടത്. പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള ഈ ജനദ്രോഹപരമായിട്ടുള്ള മുഴുവൻ നിയമങ്ങളും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരുന്ന 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പാക്കിയ ജനവിരുദ്ധ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നത്. ഞങ്ങൾ പൗരത്വം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് പൗരത്വ വിഷയത്തിൽ ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പ്രത്യേകം പറയേണ്ടതില്ല എന്നതാണ്.